നമുക്ക് തിയറം 5.27 നോക്കാം. ലെറ്റ് ലാംഡ ബി ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ വെക്ടർ സ്പേസ് വി ഓഫ് ഡയമെൻഷൻ എൻ. ലെറ്റ് ഗാമ മ്യൂ ആൻഡ് എൽ ബി ദ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ, algebraic multiplicity lambda and ascent of lambda respectively. ടി ജി എന്ന് പറഞ്ഞാൽ ടി റെസ്ട്രിക്റ്റഡ് ടു ജി ഓഫ് ലാംഡ. ജി ഓഫ് ലാംഡ എന്ന് പറയുന്ന ഐഗൻ ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സിൻ്റെ സ്പേസ് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ടീനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടി ജി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ. ലെറ്റ് ടി ജി ബി ദ റെസ്ട്രിക്ഷൻ ഓഫ് ടി ടു ദി ജനറലൈസ്ഡ് ഐഗൻ സ്പേസ്. ജി ഓഫ് ലാംഡ ഇസിക്കൽ എൻ ഓഫ് ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ആണെന്ന് നമുക്കറിയാം. ദെൻ ദി ഫോളോയിങ് ആർ ട്രൂ. വിനെ നമുക്ക് ജി ഓഫ് ലാംഡ ഡയറക്ഷൻ ആർ ഓഫ് ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ എന്ന് എഴുതാൻ സാധിക്കുമെന്നാണ് ഒന്നാമത് പറയുന്നത്. നമുക്ക് നോക്കാം. യൂസിങ് തിയറം 2.25 അനുസരിച്ച് നമുക്കറിയാം റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ടി സിക്കൽ ഡയമെൻഷൻ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ടി നള്ളിറ്റി ടി എന്താണ് ഡയമെൻഷൻ എന്നോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എൽ പ്ലസ് ഡയമെൻഷൻ ആറോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എൽ സിക്കൽ ഡയമെൻഷൻ ബി. ഇങ്ങനെ എഴുതാൻ പറ്റും. ടു ഷോ ദാറ്റ് എന്നോ ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എൽ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അത് ഡയറക്റ്റ് സമ്മായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതല്ലേ വേണ്ടത്. ഡയറക്റ്റ് സം ആവണമെങ്കിൽ ആദ്യം സം ആകണമെന്നറിയാമല്ലോ. അപ്പോൾ സമ്മ് ആകണം, പിന്നെ ഇൻ്റർസെക്ഷൻ സെറ്റ് 0 ആകണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഡയമെൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ബി കിട്ടുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ ആ ഇൻ്റർസെക്ഷൻ സെറ്റ് 0 ആണെന്നും കൂടെ മാത്രം കാണിച്ചാൽ മതി, നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ടു ഷോ ദാറ്റ്, അപ്പോൾ ഇത് ഇൻ്റർസെക്ഷൻ 0 എന്ന് കാണിക്കണം. എക്സ് നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കുന്നത്. എക്സ് അതിനകത്ത് നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ എക്സ് ബിലോങ്സ് എന്നോ ടി മൈനസ് ലാംഡ ഐ ദ ഹോൾ റൈസ് ടു എൽ ഇൻ്റർസെക്ഷൻ ആറോ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ആണ്. ദെൻ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ഓഫ് എക്സ് ഇസിക്കൽ 0 ആയിരിക്കും. കാരണം എക്സ് എവിടെ ഉണ്ട്? നൾ സ്പേസിനകത്തിലുണ്ട്. എന്നോ ടി മൈനസ് ലാംഡ റൈസ് ടു എല്ലിനകത്തിലുണ്ടല്ലോ. ഇനി ആൻഡ് ദെയർ എക്സസ്, ഇനി അതേപോലെ തന്നെ എക്സ് ആറോ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എല്ലിനകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർ എക്സസ് യു ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് എക്സ് എവിടെ ഉണ്ട്? എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ഓഫ് യു എന്ന് എക്സിന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. നൗ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ഓഫ് യു ഈസ് ഈക്വൽ ടു ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു, ആ എല്ലിനെ നമുക്ക് 2L സ്പ്ലിറ്റ് ചെയ്ത് എല്ലും അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ഓഫ് യു എന്ന് പറയുന്നത് എന്തായി മാറും? എക്സ് ആയിട്ട് മാറും. ആ എക്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഈക്വൽ ടു 0. ഇനി അത് ഈക്വൽ ടു 0 വരാൻ കാര്യം എക്സ് എവിടെ ഉണ്ട്? ടി മൈനസ് ലാംഡ ഐ റൈസ് ടു എല്ലിൻ്റെ നൾ സ്പേസിലുണ്ട്. അതുകൊണ്ടാണ് 0 കിട്ടിയത്. അപ്പം ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു 2L ഓഫ് യു എടുത്തപ്പോൾ 0 കിട്ടി. അതിൻ്റെ അർത്ഥം യു എവിടെ ഉണ്ട്? നൾ സ്പേസോ ടി മൈനസ് ലാംഡ ഐ റൈസ് ടു 2Lൻ്റെ നൾ സ്പേസിലുണ്ട്. അത് ഈക്വൽ ടു എന്നെ ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എല്ലാന്ന് നമുക്കറിയാം. കാരണം എല്ലെന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്ന ആ ഒരു അസെൻ്റാണ്. അപ്പോൾ അസെൻറ്റ് മുതൽ അങ്ങോട്ടുള്ളതെല്ലാം ഈക്വൽ ആവും പവർ എടുത്താൽ. ഇനി ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്താണ്? ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ ഓഫ് യു ആണ്. അത് ഈക്വൽ ടു നമുക്ക് 0 ആണ്. ദെയർഫോർ എക്സ് 0 എന്ന് കിട്ടി. അപ്പോൾ ഇൻ്റർസെക്ഷൻ 0 ആണ്. രണ്ടാമതായിട്ട് വരുന്നത് എന്താ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ജി ലാംഡ ആൻഡ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ആറോ ടി മൈനസ് ലാംഡ ദ ഹോൾ റൈസ് ടു എൽ. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ 5.20 അങ്ങനെ ഇപ്പോൾ വി സിഗർ യു ഡയറക്ഷൻ ഡബ്ല്യു ആണെങ്കിൽ വിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് യുവിൻ്റെ ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഡയറക്ഷമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 5.20 പിന്നെ ഇവിടെ പ്രൂവ് ചെയ്ത 1 യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനി മൂന്നാമതായിട്ട് വരുന്നതോ ഐഗൻ സ്പേസ് ഓഫ് ടി ജിയുടെ ഐഗൻ സ്പേസിനകത്ത് ലാംഡയാണോ ഉണ്ടാവുക. ആൻഡ് ലാംഡ ഡസ് നോട്ട് ബിലോങ്സ് ടു ഐഗൻ സ്പേസ് ഓഫ് ടി റെസ്ട്രിക്റ്റഡ് ടു ആർ ഓഫ് ടി മൈനസ് ലാംഡ ഇത് ഹോൾ റൈസ് ടു എൽ. If V is an eigenvalue of if V is an eigenvector of t corresponding to lambda, V എന്ന് പറയുന്നത് eigenvector of t corresponding to lambda ആണെങ്കിൽ then V belongs to E of lambda ആണ്. E of lambda എന്ന് പറഞ്ഞാൽ ഐഗൻ സ്പേസ് ആണ്. ലാംഡയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐഗൻ വെക്ടേഴ്സിൻ്റെ സ്പേസ് ആണ് E of lambda. V അവിടെ ഉണ്ട്. V belongs to E of lambda. സബ്സെറ്റ് ഓഫ് G of lambda ആണ്. E of lambda എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ലാംഡ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ഐഗൻ വെക്ടറാണ്. ജനറലൈസ്ഡ് ഐഗൻ വെക്ടറിനകത്ത് ഐഗൻ വെക്ടറും വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഫോർ സച്ച് എ വെക്ടർ വി ടി ജി ഓഫ് ഈസ് ഈക്വൽ ടു, ഇപ്പം അങ്ങനെ ഒരു വെക്ടർ ജി ലാംഡയിലുള്ള ഒരു വെക്ടറിലേക്ക് നമ്മൾ ടി ജി അപ്ലൈ ചെയ്യാണ്. ടി ജി എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ തന്നെയാണ്, ഡൊമൈൻ ജി ആണെന്ന് മാത്രം.
ഇനി ജിക്കകത്ത് തന്നെയുള്ളൊരു വെക്ടറിനകത്തിൽ TGVയുടെയും TVയുടെയും വാല്യൂ സെയിം ആയിരിക്കുമല്ലോ. TG എന്ന് പറയുന്നതിന് വാല്യൂ ഇല്ലാത്തത് ജിക്ക് പുറത്താണ് വാല്യൂ ഇല്ലാത്തത്. അപ്പോൾ ജിയുടെ അകത്തുള്ളത് എല്ലാ വെക്ടേഴ്സിൻ്റെയും വാല്യൂ ടിയുടെ എന്താണോ ആ വാല്യൂ അത് തന്നെയാണ്. TGV = TV ആണ് =λV ആണ്. കാരണം V എന്ന് പറയുന്നത് ഈ ലാംഡയിലുണ്ട്, ലാംഡയുടെ ഐഗൻ വെക്ടറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടി? TGV = λV എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ലാംഡ എവിടെ ഉണ്ട്? ഐഗൻ സ്പെക്ട്രം ഓഫ് TGക്കകത്തിലുണ്ട്. കാരണം TGV = λV എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട്. കോൺവേഴ്സ്ലി സപ്പോസ് ഒരു സ്കെയിലാർ ആൽഫ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ഐഗൻ സ്പെക്ട്രം ഓഫ് TGയിലുണ്ടെന്ന് വിചാരിക്കുക. let V belongs to G, V not equals 0, be an eigenvector corresponding to lambda. Then TG lambda is equal to എന്താ? alpha V ആണ്. Also TGV is equal to alpha V ആണ്. TGV is equal to നമുക്ക് TV ആണ്, അത് ഈക്വൽ ടു ലാംഡ V ആണ്. ഓക്കെ, ലാംഡ ഐഗൻ വാല്യൂ ആയതുകൊണ്ട് ഇംപ്ലൈസ് ആൽഫ V is equal to ലാംഡ V ഇംപ്ലൈസ്. കാരണം നമ്മൾ ആൽഫ എന്ന് പറയുന്നത് TGയുടെ ഐഗൻ സ്പെക്ട്രത്തിലുള്ള ഒരു എലമെൻ്റ് ആണെന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, TV അതേപോലെ തന്നെ ലാംഡ ഇവിടെ ഉണ്ട്. ലാംഡ എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ ഓഫ് TUമാണ്. അപ്പോൾ TGV = TV = ലാംഡ V, TGV = ആൽഫ V ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആൽഫ V = നമുക്ക് ലാംഡ V എന്ന് എഴുതാം. ഓക്കെ, ഇംപ്ലൈസ് ആൽഫ മൈനസ് ലാംഡ V = 0 ഫോർ എ നോൺ സീറോ വെക്ടർ V ഇംപ്ലൈസ് ലാംഡ = ആൽഫ എന്ന് കിട്ടി. അതായത് ഐഗൻ സ്പെക്ട്രം ഓഫ് TG എന്ന് പറയുന്നത് ഐഗൻ സ്പെക്ട്രം ഓഫ് Tയും സെയിം ആണ്. ഓക്കെ, ഫോർ ദിസ് ഇനി രണ്ടാമതായിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ലാംഡ ഡസ് നോട്ട് ബിലോങ്സ് ടു ഐഗൻ സ്പെക്ട്രം T റെസ്ട്രിക്റ്റഡ് ടു R or T - λ raised to L. ഫോർ ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ലാംഡ അതിനകത്തുണ്ടെന്ന് വിചാരിക്കുക, ഐഗൻ സ്പെക്ട്രം ഓഫ് T റെസ്ട്രിക്റ്റഡ് ടു R or T - λ raised to L. Then there exists a non-zero vector V belongs to R. അപ്പോൾ ലാംഡ ഐഗൻ സ്പെക്ട്രം ഓഫ് T റെസ്ട്രിക്റ്റഡ് ടു R or T - λ റേസ്റ്റിനകത്തിൽ ഉണ്ടെങ്കിൽ there exists a non-zero vector V belongs to R or T - λI such raised to L such that T restricted to R or T - λ raised to L of V is equal to TV = ലാംഡ V. ഓക്കെ, നമുക്ക് ഇതിനകത്തിൽ ഇല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അതിനകത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. T റെസ്ട്രിക്റ്റഡ് ടു R or T - λ raised to L എന്ന് പറഞ്ഞാൽ Tയുടെ ഡൊമൈൻ R or T - λ raised to L ആണ്. ലാംഡ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു നോൺ സീറോ വെക്ടർ എവിടെ കിട്ടും? എവിടെയാണോ നമ്മൾ T ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ എവിടെ R or T - λ raised to L, അവിടെ ഒരു V ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് ആ ഓപ്പറേറ്റർ ഓഫ് V is equal to, ഇനി V എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഉള്ളതായതുകൊണ്ട് TV ആണ്, അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ലാംഡ V ആണ്. ഇനി ദെൻ TV = ലാംഡ V ആണ്. V എവിടെ ഉണ്ട്? നൾ സ്പേസ് T - λയിലുണ്ട്, അത് സബ്സെറ്റ് G ലാംഡയാണ്. ദാറ്റ് ഈസ് V belongs to NO T - λ raised to L എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? NO T - λയിലുണ്ടെങ്കിൽ raised to Lലും ഉണ്ട്. ഓൾറെഡി V എവിടെ ഉണ്ട്? R T - λ raised to Lനകത്തിലുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർസെക്ഷനകത്തിലുണ്ട്. ബൈ 1 അനുസരിച്ച് ഈ ഇൻ്റർസെക്ഷൻ 0 ആണ് നമ്മൾ 1നകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ V എന്ത് കിട്ടും? 0 കിട്ടും. അതൊരു കോൺട്രഡിക്ഷനാണ്, കാരണം അതൊരു ഐഗൻ വെക്ടറാണ്. അതുകൊണ്ട് നമ്മളെടുത്ത അസംഷൻ തെറ്റാണ്. അപ്പോൾ ലാംഡ ഡസ് നോട്ട് ബിലോങ്സ് ടു ഐഗൻ സ്പെക്ട്രം T റെസ്ട്രിക്റ്റഡ് ടു R T - λ raised to L. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.